ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ മർഫി റിസർച്ചിൻ്റെ 60 ലിറ്റർ OTG ഓവൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് കാണാൻ പോകുന്നത്. ഷോറൂം പോയപ്പോഴത്തേനും എൻ്റെ കൊച്ച് വൈബായി കളഞ്ഞ്. രണ്ടുപേരും നടു ഹാളിലിരുന്ന് ഭയങ്കര ഡാൻസ്, അവർ പാട്ടിട്ട് കൊടുത്തപ്പോഴത്തേനും ഭയങ്കര വൈബായി. അപ്പോഴത്തേനും ഭയങ്കര വൈബാണ്. അത് കഴിഞ്ഞപ്പോഴത്തേനും ആൾറെഡി പാക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾറെഡി നമ്മൾ നോക്കി സെറ്റാക്കി വെച്ചിരുന്നായിരുന്നു, അളവെല്ലാം നോക്കിയിട്ട്. അത് കാരണം പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്ത് വണ്ടി കയറ്റി. അവിടെ വലിയ താമസമൊന്നും ആയിട്ടില്ല. ബിൽ പേയ്മെൻ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഉടനെ പിന്നെ നേരെ വീട്ടിൽ പോകുന്നു. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേനും നല്ല ടൈറ്റിൽ പാക്ക് ചെയ്ത് സേഫായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. റിമൂവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടിയാണ് റിമൂവ് ചെയ്തത്, കാരണം അത്രയും ടൈറ്റിങ് ആയിരുന്നു. കാരണം ഇലക്ട്രോണിക് ഐറ്റംസ് ആയത് കാരണം അവരത്രയും പാക്ക്ഡ് ആയിരിക്കും. അപ്പം അങ്ങനെ റിമൂവായി. അത്യാവശ്യം വലിപ്പമുണ്ട്, 60 ലിറ്ററിൻ്റെ അല്ലേ, അപ്പം അത്യാവശ്യം വലിപ്പമുണ്ട്. ഈ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിലും ഡയറക്റ്റ് കാണുമ്പം അത്യാവശ്യം വലിപ്പമുണ്ട്. കാരണം 15 ഇഞ്ചിൻ്റെ 2 ട്രേ വരെ അതിൽ കയറാനുള്ള കപ്പാസിറ്റി ഉള്ളതാണ്. അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടായിരുന്നു എടുത്തത്. കാരണം നമുക്ക് മിനിമം 2 ട്രേ എങ്കിലും കയറി നമുക്ക് ബേക്ക് ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അത് വാങ്ങിയിട്ട് യൂസ് ഇല്ല. അത് കാരണമാണ് ചെക്ക് ചെയ്തിട്ട് എടുത്തായിരുന്നു. കാരണം ഇതിൽ മാത്രമേ അതിൽ സെറ്റാവുന്നുള്ളൂ. അപ്പോഴത്തേനും ടോപ്പിൽ തന്നെ യൂസർ മാനുവലൊക്കെ ഉണ്ട്, റീഡ് ചെയ്ത് വേണമെങ്കിൽ നോക്കാം. ഇങ്ങനെ നോക്കുമ്പം അധികം വലിപ്പമില്ലാത്ത പോലെ തോന്നും. ഫ്രണ്ടിൽ സ്റ്റിക്കിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഓപ്പൺ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ പുറത്തെടുക്കുമ്പോഴത്തേനും അത് ഓപ്പൺ ആയി വീഴുന്നു കഴിഞ്ഞാൽ ഗ്ലാസ് ഡോറാണ്, അത് പൊട്ടാൻ സാധ്യത ഉണ്ട്. അത് കാരണം ഓപ്പൺ ആക്കുമ്പോഴത്തേനും ഏറ്റവും അടിയിലത്തെ ഒരു ട്രേ ഇരിപ്പുണ്ട്. അത് ബാക്കിങ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യേണ്ട ട്രേ അല്ല. ഏറ്റവും അടിയിൽ ലിക്വിഡായിട്ട് എന്തെങ്കിലും വീഴുകയാണെങ്കിലോ അല്ലെങ്കിൽ ഡസ്റ്റ് എന്തെങ്കിലും പടാണെങ്കിലോ അത് ക്യാരി ചെയ്യും. എന്നിട്ട് അതെടുത്ത് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് അടിയിൽ വെക്കാൻ പറ്റും. അതിന് വേണ്ടി മാത്രമായിട്ടുള്ളതാണിത്. അല്ലാതെ തന്നെ നമുക്ക് ബോക്സ് തന്നെ ഉണ്ട്. കൂടെ ഒരു ഗ്രില്ല്, ഒരു ട്രേ, പിന്നെ റൊട്ടേറ്റിംഗ് ഹൂക്ക്, അങ്ങനെ എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇതാണ് റൊട്ടേറ്റിംഗ് ഹൂക്ക്, പിന്നെ ഒരു ഗ്രില്ല്, പിന്നെ അത് കഴിഞ്ഞാൽ ബ്ലാക്ക് ട്രേ. 16 ഇഞ്ച് ലെന്ത് ഉള്ളതാണ്, അത്യാവശ്യം വലുതാണ്. രണ്ടും കയറ്റി കഴിയുമ്പം അത്യാവശ്യം ഗ്യാപ്പുണ്ട്. നല്ല 60 ലിറ്റർ ആയത് കാരണം അത്യാവശ്യം സ്പേസസ് ആണ്. ഹോം മെയ്ഡിന് ഇത് ഓക്കെയാണ്. കാരണം അധികം കേക്ക് ഹെവി ആയിട്ട് നമ്മളിത് പ്രോഡക്റ്റ് ചെയ്യുന്നില്ലല്ലോ. അത് കാരണം ഇത് മതി എന്ന് കരുതിയാണ് വാങ്ങിയത്. എന്തായാലും യൂസ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ആദ്യം കാണുന്നത് ടെമ്പറേച്ചറാണ്. 100 മുതൽ 250 ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. സെക്കൻഡ് ടൈം വന്നിട്ട് ഏത് ബേക്കിംഗ് വേണം, അതായത് ബേക്കിംഗ് ആണോ, ഗ്രില്ലാണോ, ടോസ്റ്റ് ആണോ, എന്താണെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ രീതിയിലായിട്ടുള്ള ബേക്കിംഗ് ഉണ്ടാവും. അത് ഗ്രില്ല് പ്ലസ് റൊട്ടേറ്റ് ആണ്. ബാക്കിയുള്ളതൊക്കെ റോസ്റ്റ്, ടോസ്റ്റ്, ഗ്രില്ല് പ്ലസ്, കൺവെൻഷൻ, അതൊക്കെ. പിന്നെ ഉള്ളത് നമുക്ക് ടൈമറാണ്. ടോട്ടൽ 60 മിനിറ്റ് വരെ, അതായത് 1 അവർ വരെ ടൈമർ വരുന്നുണ്ട്. നമുക്ക് ആവശ്യം മാക്സിമം അതിനുള്ളിലൊക്കെ തന്നെ ആയിരിക്കും. മാക്സിമം പ്രോഡക്റ്റൊക്കെ അതിൽ തന്നെ ബാക്ക് ചെയ്ത് നമുക്ക് റെഡിയാവും. അപ്പോൾ ഈ വീഡിയോയിൽ ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. കാണാൻ നല്ല വലിപ്പം, നല്ല ക്ലാരിറ്റി ആയിട്ടുള്ള, വിസിബിൾ ആയിട്ടുള്ള നല്ല ഗ്ലാസ് ഡോറാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ്സിൽ അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, സീ യു.